നിലമ്പൂരിൽ വിജയിച്ചത് എം സ്വരാജ് തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിരവധി കാരണങ്ങളുണ്ട്. പരാജയം എന്ന് പറയുന്നത് വെറും സാങ്കേതികത്വം മാത്രമാണ്. നിലമ്പൂരിൻ്റെ മനസ്സ് വായിച്ചറിഞ്ഞത് സ്വരാജാണ്, സ്വരാജിനെ വായിച്ചറിഞ്ഞതും നിലമ്പൂർ തന്നെയാണ്. എൻ്റെ ഈ പോസ്റ്റിന് താഴെ നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും, തെറി വിളിക്കും എന്നൊക്കെ നന്നായിട്ടറിയാം. നിങ്ങൾ കണ്ടു കാണുമല്ലോ, UDF ക്യാമ്പിൽ നടക്കുന്ന പടലപ്പിണക്കങ്ങളും പൊട്ടിത്തെറിയും. എന്തെങ്കിലും സ്വരച്ചേർച്ചയോ ഐക്യമോ ആ ക്യാമ്പിലുണ്ടോ? അവിടെ എന്താണ് വിജയം അവർക്ക് കിട്ടി. 11,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഷൗക്കത്ത് സാങ്കേതികമായി വിജയിച്ചു, തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു, സമ്മതിക്കുന്നു. എന്നാൽ അവിടെ വിജയത്തിന്റെ മധുരമാണോ ഉള്ളത്? വിജയിച്ചതിന് ശേഷമുള്ള പൊട്ടിത്തെറി എന്തൊക്കെയാണ് നടക്കുന്നത്? എന്നാൽ ഇങ്ങേ തലയിൽ നോക്കൂ, പരാജയം അംഗീകരിക്കുന്നു. സാങ്കേതികമായി നോക്കിക്കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി പരാജയപ്പെട്ടു. എന്തെങ്കിലും വാചാടോപങ്ങളോ വാഗ്വാദങ്ങളോ ഉണ്ടോ അവിടെ? ഇല്ല. രാഷ്ട്രീയ കാരണങ്ങൾ, രാഷ്ട്രീയപരമായ ചില സത്യങ്ങൾ ജനങ്ങൾ എല്ലായ്പ്പോഴും ഒരുപോലെ മുഖവിലേക്ക് എടുക്കണമെന്നില്ല, എല്ലായ്പ്പോഴും ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കണമെന്നില്ല എന്ന ഒറ്റവാചകത്തിൽ സ്ഥാനാർത്ഥി എം സ്വരാജ് പറഞ്ഞു വയ്ക്കുന്നു. ഈ പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് വീണ്ടും കൂടുതൽ കരുത്തോടുകൂടി ജനങ്ങൾക്കൊപ്പം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. അവിടെയാണ് ആ വലിയ വാക്കുകൾക്കും വലിയ മനസ്സിനുമാണ് ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആത്യന്തികമായി വിജയിച്ചത് എം സ്വരാജ് തന്നെയെന്ന്. അതിൽ മാറ്റി പറയാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. ഇനി ക്യാപ്സൂൾ കിട്ടിയിട്ടാണ് ഇവൻ ഇരുന്ന് പുലമ്പുന്നത്, ഇവൻ അന്തംകമ്മിയാണ്, ഇവൻ ഇനി നേരം ഇരുട്ടി വെളുക്കുന്നത് എപ്പോഴാണ്? നിങ്ങൾ എന്തു വേണമോ വിളിച്ചു. കുറേ ചീത്ത വിളിക്കുമെന്ന് എനിക്കറിയാം. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ നിങ്ങൾ എന്നെ തെറി വിളിക്കുന്നുമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നിലമ്പൂരിൻ്റെ ഇലക്ഷൻ്റെ ചരിത്രം തന്നെ നോക്കൂ. നിലമ്പൂർ ആത്യന്തികമായും നിലമ്പൂർ UDF മണ്ഡലമാണ്. അവിടെ 967-ൽ CPM വിജയിച്ചു. അതിനുശേഷം 14 തെരഞ്ഞെടുപ്പ് നടന്നു. അതിൽ 10 തെരഞ്ഞെടുപ്പിലും UDF ആണ് വിജയിച്ചത്. ഇത് 15ാമത്തെ തെരഞ്ഞെടുപ്പായിരുന്നു. അതിൽ 11 തവണയും UDF വിജയിച്ചു. അവിടെ ഇടതുമുന്നണിക്ക് അതിബൃഹത്തായ വേരോട്ടമോ വലിയ വോട്ട് ബാങ്കോ വോട്ട് ബെൽറ്റോ ഇല്ല. എന്നിട്ടും ഞങ്ങൾ എന്ന് പറയുന്നത് സ്വരാജും ഇടതുമുന്നണിയും പറഞ്ഞത് എന്താണ്? കൃത്യമായി പറഞ്ഞു വെച്ചു, വർഗീയ കക്ഷികളുടെയോ വർഗീയ വോട്ടുകളോ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ട് BJPയുടെയും അതിതീവ്ര മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ എങ്ങോട്ട് പോയി? സ്വാഭാവികമായി UDFിലോട്ട് പോയി, ഒഴുകിപ്പോയി. അപ്പോൾ പറയും NDAയുടെ വോട്ടുകളൊക്കെ 8,700 സംതിങ് വോട്ട് മോഹൻ ജോർജ് പിടിച്ചിട്ടുണ്ടല്ലോ. കഴിഞ്ഞ തവണ, അതായത് 2021-ൽ 8,555 വോട്ടുകളല്ലേ അവർക്കുണ്ടായിരുന്നുള്ളൂ, കുറച്ച് വോട്ടുകൾ കൂടുതൽ പിടിച്ചല്ലോ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ 7,700-ലധികം പുതിയ വോട്ടർമാരുണ്ടായിരുന്നു. അതിൽ വളരെ ചെറിയൊരു ശതമാനം വോട്ടുകൾ മാത്രമാണ് NDAക്ക് അവരുടെ അക്കൗണ്ടിലോട്ട് സ്വരൂപിക്കാൻ കഴിഞ്ഞത്. ബാക്കി വോട്ടൊക്കെ അവർക്ക് കിട്ടാവുന്ന വോട്ടുകൾ, മലയോര മേഖലയിൽ നിന്ന് കുറേ വോട്ടുകൾ വരുമെന്ന് മോഹൻ ജോർജ് പറഞ്ഞു. ആ വോട്ടുകളൊന്നും വന്നില്ല. ആ വോട്ടുകളൊക്കെ നേരെ എങ്ങോട്ട് പോയി? UDF ക്യാമ്പിലോട്ട് പോയി. തികച്ചും BJPയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും, അതായത് വർഗീയവാദികളുടെ മുഴുവൻ വോട്ടുകളും UDFിൽ കേന്ദ്രീകരിക്കുന്ന ഒരവസ്ഥ. എന്തൊക്കെ അന്തർനാടകങ്ങൾ കളിച്ചിട്ടാണെങ്കിലും, എന്തൊക്കെ വൃത്തികേട് പുലമ്പിയിട്ടാണെങ്കിലും വിജയിച്ചേ തീരുകയുള്ളൂ എന്ന വാശിയോടുകൂടി VD സതീശൻ നയിച്ച പട. എന്തൊക്കെ ആരോപണങ്ങളാണ് ഇടതുമുന്നണിക്കെതിരെയും ഇടത് സർക്കാരിനെതിരെയും അവർ ഉന്നയിച്ചത്. ആ ആരോപണങ്ങളൊക്കെ തകിടം മറിക്കാനും ആ പ്രതിസന്ധികളെ അതിജീവിക്കാനും ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്കും ഇടതുമുന്നണിക്കും കഴിഞ്ഞിരുന്നു. പക്ഷേ സർക്കാരിൻ്റെ വികസന കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ, ജനങ്ങളെ അത് ബോധവൽക്കരിച്ച് ജനങ്ങളിൽ എത്തിക്കുന്ന കാര്യത്തിൽ വീഴ്ച സംഭവിച്ചുവെന്ന് ഇടതുമുന്നണി നേതാക്കളും ഇടതുമുന്നണിയുടെ ക്യാമ്പും പറയുന്നുണ്ട്. വീഴ്ച സംഭവിച്ചു. സർക്കാരിൻ്റെ വിജയിച്ച പദ്ധതികൾ, സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, വികസനോന്മുഖമായി പിണറായി സർക്കാർ നടപ്പിലാക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ വികസന പദ്ധതികളെക്കുറിച്ചുള്ള അവലോകനങ്ങളോ അവബോധമോ ജനങ്ങളിൽ സൃഷ്ടിക്കുന്നതിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ പാർട്ടി പരാജയപ്പെട്ടിട്ടുണ്ടാകാം. അത് തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടാകാം. ഒരു തരത്തിലും സർക്കാരിനെ വിലയിരുത്തുന്നതായിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പ്. അത് എം സ്വരാജിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അദ്ദേഹം പറയുന്നത് കേൾക്കാം. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഞാനായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിഞ്ഞു. ഏതെങ്കിലും തരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കോ ഒത്തുതീർപ്പിനോ പോകേണ്ടതായി വന്നില്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു നിൽക്കുന്ന സമയത്തും പറയുന്നു, ഒരു വർഗീയവാദിയുടെയും ഒരു പിന്തുണയും ഒരു കാലത്തും ഞങ്ങൾക്ക് ആവശ്യമില്ല. അതിന്റെ പേരിൽ ഇനിയും എത്ര പരാജയപ്പെട്ടാലും നിലപാട് തന്നെ, അതിലൊരു മാറ്റവും ഇല്ല. ശരിയായ നിലപാടുകൾ എല്ലായ്പ്പോഴും അംഗീകരിക്കപ്പെട്ടു എന്ന് വരില്ല. അത് കരുതി ശരിയായ നിലപാടുകളെ കൈയൊഴിയാൻ നമുക്ക് പറ്റില്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പിലെ
ജയപരാജയങ്ങളെല്ലാം രാഷ്ട്രീയമായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത്. ഈ പറയുന്നത് കേട്ടല്ലോ, ഈ വാക്കുകൾ തന്നെയാണ് അവസാന വാക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വാക്കുകളിലുണ്ട് ആ ദൃഢതയുള്ള ഒരു നേതാവിൻ്റെ എല്ലാ ഉൾക്കരുത്തും ഈ വാക്കുകളിലുണ്ട്. അല്ലാതെ അവിടെ നിന്നിട്ട് മറ്റ് സ്ഥാനാർത്ഥിയെ കുറ്റം പറയുക, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഞങ്ങൾ അങ്ങനെ ചെയ്തു അവരിങ്ങനെ ചെയ്തു, അതൊന്നും പറയുന്നില്ല. കൂടുതൽ കരുത്തോടുകൂടി ജനങ്ങൾക്കൊപ്പം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള പാഠമായി ഇത് ഉൾക്കൊണ്ടുവന്നു എന്നാണ് സ്വരാജ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആത്യന്തികമായി വിജയിച്ചത് സ്വരാജ് തന്നെയാണ്. സാങ്കേതികത്വം മാത്രമാണ് തെരഞ്ഞെടുപ്പ് വിജയം. നിലമ്പൂരല്ല കേരളത്തിൻ്റെ അവസാന വാക്ക് എന്നുകൂടി പറഞ്ഞു വെക്കട്ടെ.